ദിവസം നമുക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ അത്ഭുതമായി കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചു. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം നമ്മൾ ഒന്നിച്ച് ആനന്ദിച്ച് ആരാധിക്കുക. നമുക്ക് വേണ്ടിയതെല്ലാം ദൈവം നൽകി തന്ന് നമ്മളെ നടത്തിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. കർത്താവിൻ്റെ കൃപകളെ വർണ്ണിക്കും തോറും നമ്മൾ വീണ്ടും വീണ്ടും അതിനെ ഓർത്താൽ ദൈവത്തെ സ്തുതിപ്പാനായിട്ട് എന്തുമാത്രം വകയുണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ. 91 സങ്കീർത്തനത്തിൽ പറയുന്നത്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസം തോറും നമ്മുടെ ജീവിതയാത്ര തുടരാം. ഇന്നത്തെ പകലിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് യോശുവയുടെ പുസ്തകത്തിലുള്ള 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള യെരിഹോ മതിലിനെ കുറിച്ചാണ്. ഇവിടെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. യഹോവ ഒരു കാര്യം കൽപ്പിക്കുകയാണ്. നമ്മുടെ യഹോവ ഒരു കാര്യം നമ്മളോട് കൽപ്പിച്ചാൽ മനുഷ്യർ പറയുന്ന പോലല്ല. ചിലപ്പോൾ നടന്നേക്കും, നടക്കാനായിട്ട് നീ നോക്കട്ടെന്നല്ല. യഹോവ കൽപ്പിക്കുകയാണ്, യെരിഹോവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. ദൈവം നമ്മളോട് പറയുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ വലിയ ഒരു കാര്യം ചെയ്യാൻ പോകും. ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്ന സംശയം, എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ വരുന്ന സംശയം ഇങ്ങനെയാണ്, അത് ഒക്കുവോ? ദൈവം അങ്ങനെയൊക്കെ പറഞ്ഞു, എന്നോട് സംസാരിച്ചു, ദൈവവചനത്തിൽ കൂടി പറഞ്ഞത് നടക്കുവോ നടക്കത്തില്ലയോ എന്നറിയണ്ട. ഒരിക്കലും ദൈവം നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ സംശയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മതി, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ മതി. ദൈവം പറയുകയാണ്, ഞാൻ ഇന്നത് നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞാൽ തീർച്ചയായും കർത്താവ് ചെയ്യും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനേക അനുഭവങ്ങളുണ്ട്. നമുക്ക് എത്ര സമയങ്ങൾ, എന്തെല്ലാം സാക്ഷികൾ വേണേലും പറയാനുണ്ട്. ദൈവം നമ്മളെ അത്ഭുതമാവണം നടത്തിയ വഴികൾ, ദൈവം നമ്മളെ സഹായിച്ചതായിട്ടുള്ള കൃപകൾ എന്തുമാത്രമാണ്. ഇവിടെ പറയുകയാണ്, യെരിഹോവിനെ നിന്റെ മുൻപിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ യോശുവ ചെയ്യേണ്ടതായ ചില ചിട്ടകളുണ്ട്. നമുക്ക് പലപ്പോഴും ദൈവം പല കാര്യങ്ങളും നമുക്ക് വളരെ അനുഗ്രഹമായി തരുമെന്ന് പറയുമ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാൻ സന്നദ്ധതയുള്ളവരല്ല. നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കും, അതെങ്ങനെ നടക്കും? യെരിഹോ മതിലോ, അതെങ്ങനെയാണ് നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്? അതെങ്ങനെയാണ് പോകുന്നത്? നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കും. നമ്മുടെ ബുദ്ധിക്ക് അനുസരണമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതും ആവശ്യമില്ല. കാരണം ദൈവം സർവശക്തനാണ്. അവൻ്റെ മഹത്വം വേറെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ താഴെ കാണുന്നത് എന്താണ് പറയുന്നതായ അവൻ്റെ കണ്ടീഷൻ? ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിൻ്റെ മുൻപിൽ നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം. നമ്മൾ വല്ലവരും ആയിരുന്നെങ്കിൽ യോശുവയുടെ സ്ഥാനത്തായിരുന്നേ ഓർത്തേനെ, ദൈവം എന്തുവാണ് ഈ പറയുന്നത്? ഇത്രയും വലിയ യെരിഹോവിനെ ഏൽപ്പിക്കാൻ പോകുന്നത് വെറും 7 പ്രാവശ്യം അതിലെ ചുറ്റി നടന്നുകൊണ്ടാണ്. അതിനും കണ്ടീഷനുണ്ട്. ഒരു ദിവസം 1 പ്രാവശ്യമേ ചുറ്റി നടക്കാവൂ. അതെങ്ങനെ, ആര് മുമ്പേ പോകണം, ആര് പുറകെ വരണം, അതിനെല്ലാം കണ്ടീഷൻസ് ഉണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് മേൽ ദൈവം പറയുന്നത് അതുപോലെ അനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വിജയം, ഭൗമികമായ വിജയം, ദൈവത്തിൻ്റെ കൃപ ഇത് നമ്മുടെ ജീവിതത്തിന് മേൽ പകരും. ഞാനിത് ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ ഓർക്കും, യോശുവ എന്തെല്ലാം ദൈവം പറഞ്ഞ ആ കാര്യം യെരിഹോ പട്ടണത്തോടുള്ള ബന്ധത്തിൽ വളരെ വളരെ ഫൂളിഷ്നെസ് എന്ന് സാധാരണ മനുഷ്യന് തോന്നിയാലും യോശുവ അതുപോലെ അത് കേട്ടതുകൊണ്ട് വലിയ അത്ഭുതമാണ് ദൈവം പ്രവർത്തിച്ചത്. ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു കൊച്ചൊരു കാര്യത്തെ കൊണ്ടുകൊള്ളും ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ചെറിയ കുഞ്ഞുങ്ങളിൽ കൂടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും നിസ്സാരമെന്നും നമ്മൾ വിചാരിക്കുന്നതിൽ കൂടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. എത്രയെത്ര സാക്ഷ്യങ്ങളാണ്, എത്രയെത്ര കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ദൈവം നിനക്ക് മുൻപായിട്ട് ഇറങ്ങി, ദൈവം നിനക്ക് മുൻപായി നടന്നു കഴിഞ്ഞാൽ
നിനക്കൊന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. യെരിഹോ മതിലിനെ എങ്ങനെയാക്കി എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാം. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവൻ ആട്ടിൻ കൊമ്പ് നീട്ടി ഊതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടണം. അവിടെ ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ പട്ടണത്തിൻ്റെ മതിൽ വീഴും, ജനം ഓരോരുത്തരുടെ നേരെ കയറുകയും വേണം. നൂൻ്റെ മകനായ യേശുവ പുരോഹിതന്മാരെ വിളിച്ച് അവരോട് നിയമപ്പട്ടകം എടുപ്പീൻ. 7 പുരോഹിതന്മാർ യഹോവയുടെ പട്ടകത്തിൻ്റെ മുൻപിൽ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞു. 7 കാഹളം പിടിച്ചുകൊണ്ട് പുരോഹിതന്മാർ ആദ്യം നടക്കണം. അതിനുശേഷമായിട്ട് ജനത്തോട് അവൻ, നിങ്ങൾ ചെന്ന് പട്ടണത്തെ ചുറ്റി നടപ്പീൻ, ആയുധപാണികൾ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുൻപിൽ നടക്കണം എന്ന് പറഞ്ഞു. യോശുവ ജനത്തോട് പറഞ്ഞു തീർന്നപ്പോൾ ആട്ടിൻ കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് 7 പുരോഹിതന്മാർ യഹോവയുടെ മുൻപിൽ നടന്നു. കാഹളമൂതി യഹോവയുടെ നിയമപ്പെട്ടകം അവരുടെ പിന്നാലെ ചെന്നു. യഹോവയുടെ നിയമപ്പെട്ടകം പോയി, പുരോഹിതന്മാർ പോയി. അതിനുശേഷം അവരുടെ ആയുധപാണികൾ കാഹളം ഊതുന്ന പുരോഹിതന്മാരുടെ മുൻപിൽ നടന്നു. ശേഷമുള്ള കൂട്ടം പെട്ടകത്തിൻ്റെ പിന്നാലെ ചെന്ന് ഇങ്ങനെ അവർ കാഹളം ഊതിക്കൊണ്ട് നടന്നു. അങ്ങനെ അവർ കാഹളം ഊതിക്കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാനല്ല, കാഹളം കയ്യിലിരിപ്പുണ്ട്, ഇഷ്ടം പോലെ അങ്ങ് ഊതിക്കോളാം എന്നുള്ളതല്ല. പറഞ്ഞിരിക്കുന്ന അതേ കണ്ടീഷൻ, പറഞ്ഞിരിക്കുന്ന ആ നിയമത്തിനനുസരിച്ച്, ആ ഡിസിപ്ലിൻ അനുസരിച്ച് മുമ്പോട്ട് പോവുകയാണ് മുഴുവൻ സമയവും. അതിൻ്റെ ശേഷം ആർപ്പിടണമെന്ന് പറഞ്ഞു. അങ്ങനെ യഹോവയുടെ പെട്ടകം 1 പ്രാവശ്യം പട്ടണത്തെ ചുറ്റി നടന്നു. പിന്നെ അവർ പാളയത്തിൽ വന്ന് പാളയത്തിൽ പാർത്തു. നമ്മളെല്ലാവരും ആണെങ്കിൽ ഓർക്കും, ഈ 1 പ്രാവശ്യം മാത്രം ഈ പട്ടണത്തെ ചുറ്റി ഇങ്ങനെ നടന്നിട്ട് എന്നാ കിട്ടാനാ, ഇങ്ങനെ നമ്മൾ ഒത്തിരി കാര്യം ആലോചിക്കും. എന്നാൽ അത് യോശുവയോട് യഹോവ കൽപ്പിച്ചത് അത്രയും പേര് ആദ്യത്തെ ദിവസം 1 പ്രാവശ്യം, 2-ാമത്തെ ദിവസം 1 പ്രാവശ്യം, അങ്ങനെ എത്ര ദിവസം അവർ നടന്നു. അങ്ങനെ 2-ാം ദിവസവും അവർ പട്ടണത്തെ 1 പ്രാവശ്യം ചുറ്റിയിട്ട് പാളയത്തിലേക്ക് മടങ്ങി വന്നു. ഒന്നും മറുചോദ്യം ചോദിക്കുവാനായിട്ടോ മറുകാര്യം പറഞ്ഞതിനപ്പുറമായിട്ടോ ചെയ്തിട്ടില്ല. നമുക്കുള്ളതായ ഒരു ദോഷം, കർത്താവ് എന്തെങ്കിലും നമ്മളോട് കൽപ്പിച്ചാൽ അതിൻ്റെ അപ്പുറമായിട്ട് നമ്മൾ നമ്മുടെ ബുദ്ധി ചിന്തിക്കും. ഇങ്ങനെ ചെയ്താൽ അത് നടക്കുന്ന കാര്യമേ ഇല്ല ബ്രദറെ, നടക്കുന്ന കാര്യമേ ഇല്ല സിസ്റ്റർ, അത് എങ്ങനെ സംഭവിക്കാനാണ്? എന്നാൽ നീയൊന്നും ഭാരപ്പെടണ്ട. എൻ്റെ സർവശക്തനായ ദൈവം, ഈ ഭൂലോകത്തെ മുഴുവനും സൃഷ്ടിച്ചവനായ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നും അസാധ്യമായിട്ടുള്ളതില്ല. ആ ദൈവത്തിൽ അങ്ങ് ഏൽപ്പിച്ചാൽ മതി. അങ്ങനെ 7-ാം ദിവസമോ അവർ അതികാലത്ത് അരുണോദയത്തെങ്കിൽ എഴുന്നേറ്റ് പട്ടണത്തെ ആ വിധത്തിൽ തന്നെ 7 പ്രാവശ്യം ചുറ്റി. അന്ന് മാത്രം അവർ പട്ടണത്തെ 7 പ്രാവശ്യം ചുറ്റി. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞത് എന്തെന്നാൽ, ആർപ്പിടുവി. അതുവരെയും അവർ ആർപ്പിട്ടില്ല. അവർ 6 ദിവസവും ഓരോരോ പ്രാവശ്യം ചുറ്റിക്കഴിഞ്ഞിട്ട് വന്നു. പറഞ്ഞതുപോലെ തന്നെ യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശബദാർപ്പിതമായിരിക്കുന്നു. 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹള ഊതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. എന്ത് അത്ഭുതകരമായി ബൈബിളിൽ കടന്നു കിടന്ന അനേകവിധമായിട്ടുള്ള കഥകളിൽ, അനേകവിധമായ സംഭവങ്ങളിൽ ഏറ്റവും അത്ഭുതമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് അവിടെ നടന്നത്. അവിടെ 7 പ്രാവശ്യം കാഹള ഊതി മതിലിനെ ചുറ്റി നടന്നു. അപ്പോഴത്തേക്കാണെങ്കിൽ ആ മതിൽ വീഴുകയാണ്. സർവശക്തനായ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അവിടെയും ദൈവത്തിൻ്റെ വലിയ ഒരു കൃപ, ഒരു വലിയ അത്ഭുതത്തിൻ്റെ കൃപ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ രാജ്യത്തെ ഒറ്റുനോക്കിയപ്പോൾ 2 പുരുഷന്മാരോട് യോശുവ ഒരു വേശ്യയുടെ വീട്ടിൽ ചെന്ന് ആ സ്ത്രീയെയും അവൾക്കുള്ള സകലത്തെയും അവളോട് ചെയ്ത സത്യം പോലെ പുറത്തു കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. അവിടെയും ആണെങ്കിൽ മറ്റൊരത്ഭുതം നടത്തുകയാണ്. ഒരു വേശ്യയെയും അവളുടെ കുടുംബത്തെയും രക്ഷിച്ചു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് അനർത്ഥങ്ങൾ, ആപത്തുകൾ, അപകടങ്ങൾ വരുന്ന സമയത്ത് ദൈവം കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമുക്കുള്ള എല്ലാത്തിനെയും ദൈവം പരിപാലിക്കും. ആ മതിലോടുകൂടെ ആ വേശ്യ നശിച്ചു പോകാനിടയായില്ല. കാരണം
അവരവിടെ ഉറ്റുനോക്കാൻ ചെന്നപ്പോൾ അവൾ അവരുടെ വീട്ടിൽ താമസിപ്പിച്ചു. അവിടെ അവർക്ക് വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്തു കൊടുത്തു. അങ്ങനെ ആ പട്ടണവും അതിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നശിച്ചപ്പോഴും ആ വേശ്യയെയും കുടുംബത്തെയും രക്ഷിച്ചു. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നത് നമ്മൾ ഓരോ സമയത്തും നമ്മൾ ഓർക്കണം. കർത്താവേ, നീ എത്ര വിശ്വസ്തനാണ്, നീ എത്ര നല്ലവനാണ്, നീ എത്ര വാക്ക് മാറാത്തവനാണ്. കർത്താവേ ദൈവമേ, നീ പറയുന്നത് അതുപോലെ അനുസരിക്കുവാൻ ഈ 7 കൊമ്പ് കൊണ്ടുള്ള, ഞാൻ ഓരോ പ്രാവശ്യവും വായിക്കുമ്പോൾ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് 7 പുരോഹിതന്മാർ യഹോവയുടെ മുൻപിൽ നടന്ന് കാഹളം ഊതുകയാണ്. നമ്മുടെ കാഹളത്തിൻ്റെ ശബ്ദം എപ്പോൾ അത് ഊതണമെന്ന് പറയുന്നോ അന്നേരം മാത്രമേ, ആർപ്പിടിവീന്ന് പറഞ്ഞപ്പോൾ മാത്രമേ, ജോശുവ പറയുമ്പോൾ മാത്രമേ അത് ചെയ്യാമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിന്മേൽ ഓരോ ദിവസം തോറും നമ്മൾ ഓർക്കണം, നമുക്ക് വേണ്ടി ഒരു യുദ്ധം ചെയ്യുന്ന യഹോവ നമ്മളോട് കൂടെയുണ്ട്. ഒരു ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിന്മേലുണ്ട്. ആ കൃപയില്ലെങ്കിൽ നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാനായിട്ട് സാധ്യമല്ല. ദൈവത്തിൻ്റെ കൃപ എന്തെന്നുള്ളത് നമുക്ക് സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് അല്പസമയം ചിന്തിക്കാം. 45-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് ഓരോ ദിവസം തോറും ദൈവത്തിൻ്റെ കൃപ. ഇവിടെ നമ്മൾ ജോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു. ഇവിടെ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് നമുക്ക് അല്പസമയം നമുക്ക് ചിന്തിക്കാം. ഓരോ ദിവസവും കർത്താവ് നമ്മളെ നടത്തുന്നതായ വഴികളും കൃപകളും എത്ര വലുതെന്നുള്ളത് നമുക്ക് നോക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഇവിടെ വലിയ ഒരു മതിലാണ് ഇടിഞ്ഞു വീണത്. ഒറ്റ കാര്യത്തിലാണ് യഹോവ പറഞ്ഞത് അതുപോലെ അനുസരിച്ചു ജോശുവയും ജോശുവയുടെ കൂടെയുള്ളവരും. അതനുസരിച്ചതുകൊണ്ട്, അനുസരിച്ച രീതിയിൽ മുമ്പോട്ട് പോയതുകൊണ്ട് ആ മതിൽ താഴെ വീഴുവാനിടയായിത്തീർന്നു. മാനുഷ്യ ദൃഷ്ടിയിൽ ഒരിക്കലും എനിക്കോ നിങ്ങൾക്കോ ചിന്തിപ്പാൻ കഴിയാൻ വയ്യാത്ത ഒരു വലിയ എരിഹോ മതിൽ വീഴാൻ ഇത്രയും ചെറിയ നിസ്സാരമായ കാര്യമാണോ കർത്താവ് പറഞ്ഞതെന്നുള്ളത് ഞാൻ പലപ്പോഴും വായിച്ചപ്പോൾ ഓർക്കാറുണ്ട്. എന്നാൽ ദൈവത്തിന് അനേക പദ്ധതികളുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവ നമ്മുടെ സങ്കേതമാണ്, നമ്മുടെ ബലമാണ്, അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ടാണ് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. യഹോവയാണ് നമ്മുടെ ബലം. എത്ര പേർക്കറിയാം യഹോവ നമ്മുടെ ശ്രേഷ്ഠനായ അടുത്ത ഉത്തമ സ്നേഹിതനാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനെ രുചിച്ചറിയും തോറും നമുക്കറിയാം. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി, നിങ്ങൾക്കൊന്ന് ഓർക്കാവോ, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിൻ്റെ മധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഇവിടെയുള്ളതായ എരിഹോ മതിൽ വീണതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു നദിയുണ്ട്, അത് അത്യുന്നതനായ ദൈവത്തിൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഇവിടെ താഴോട്ടുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നത് ദൈവം അതിൻ്റെ മധ്യമുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല, ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ഈ 5 വാക്യത്തിൽ നമ്മൾ കാണുന്നത് എരിഹോ മതിൽ ഉണ്ടായിട്ടുള്ളതായ വലിയ വിജയം പോലെ തന്നെ ഇവിടെ കാണുന്നത് യഹോവ ദൈവം അതിൻ്റെ മധ്യമുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല, ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ട എന്ന് സങ്കീർത്തനത്തിൻ്റെതായ ഈ 5 വാക്യത്തിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. മറ്റേ ഒരു കാര്യമാണ്, യഹോവയെ സ്തുതിച്ചതായിട്ടുള്ളതായ പല അനുഭവങ്ങളിലും നമ്മുടെ ജീവിതത്തിന്മേൽ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. കർത്താവിൻ്റെ നന്മകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള അനേക വാക്യങ്ങളിലൊന്നാണ് 34-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം മുതൽ 4 വരെയുള്ള വാക്യത്തിൽ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അതുകൊണ്ട് എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവൻ അത് കേട്ട് സന്തോഷിക്കും.
എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എരിഹോ മതിൽ വീഴുവാനുള്ളതായ സമയത്ത് അവർ ഒന്നിച്ചു പോവുകയാണ്. ജോഷുവ വിളിച്ചതായിട്ടുള്ള സമയത്ത് അവർ ഒന്നിച്ച് പല പല പടിയായിട്ട് നമ്മൾ പുറകോട്ട് നോക്കുന്നതായ സമയത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 7 കാഹളം പിടിച്ചുകൊണ്ട് നടക്കണം. ആ പട്ടണത്തെ ചുറ്റി പെട്ടകത്തിൻ്റെ മുൻപിൽ നടക്കണം. ജോഷുവ ജനത്തോട് പറഞ്ഞു തീർന്നപ്പോൾ ആദ്യം ജോഷുവ പുരോഹിതന്മാരെ വിളിച്ച് അവരോട് നിയമപ്പെട്ടകം എടുപ്പി. 7 പുരോഹിതന്മാർ ആദ്യം പോകണം. എല്ലാ കാര്യങ്ങൾക്കും ഒരു ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിന്മേൽ ഒരു ചിട്ട ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രഭാതം ആരംഭിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത്? ദൈവത്തെ സ്തുതിക്കാറുണ്ടോ? ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ടോ? തിരുവചനം വായിക്കാറുണ്ടോ? ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കണം. ആ തിരുവചന വായനയും ആ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നതുമാണ് ആ ദിവസത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം നൽകുന്നത്. ഞാനിങ്ങനെ ഒരു പുസ്തകത്തിൽ, ഒരു മാഗസിനിൽ വായിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തിന് ഒന്നാമത്തെ സ്ഥാനം കൊടുക്കും. ഞാൻ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും എൻ്റെ കർത്താവിന് ഞാൻ സ്ഥാനം കൊടുക്കും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവല്ലാതെ വേറെ ഒന്നുമില്ല. ഈ 3 കാര്യങ്ങൾ, ഞാൻ എന്ത് തീരുമാനമെടുത്താലും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ, എൻ്റെ ദൈവമേ നീ പറയുന്നത് പോലെ, ജോഷുവയോട് പറഞ്ഞതുപോലെ, ദൈവമേ ഇന്ന് പകൽക്കാലം നിന്റെ ഹിതം എന്താണ് കർത്താവേ, നീ എന്നെ നിന്റെ കരത്തിൽ വഹിക്കണമേ. ആ ജോഷുവയോട് പറഞ്ഞ് ആ മതിലിടിഞ്ഞു വീതപോലെ എൻ്റെ ജീവിതത്തിന്മേലുള്ളതായിട്ടുള്ള അനേക തടസ്സങ്ങൾ, എൻ്റെ അനുഗ്രഹത്തിന്, ആത്മീയ അനുഗ്രഹത്തിന്, ഭൗമിക അനുഗ്രഹത്തിന് തടസ്സമായിട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കർത്താവെ എടുത്തു മാറ്റുമാറാണമേ. അങ്ങനെ വരിവരിയായി അവർ പോയി. അവർക്ക് പരിപൂർണമായിട്ടുള്ള ആയുധപാണികൾ കാഹള ഊതുന്ന പുരോഹിതന്മാരുടെ മുൻപിൽ നടന്നു. ശേഷമുള്ള കൂട്ടം പെട്ടകത്തിൻ്റെ പിന്നാലെ ചെന്നു. ഒരു അത്ഭുത വിജയമാണ്, ഒരു അത്ഭുതമായിട്ടുള്ള വിജയമാണ് അവിടെ കാണുന്നത്. 7 പ്രാവശ്യം അതിലിങ്ങനെ അവർ ചുറ്റി നടക്കുകയാണ്. 7 പ്രാവശ്യം. 7ാമത്തെ ദിവസമാണ്. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. അവർക്ക് വേണേ ചുറ്റി ചുറ്റി നടന്ന് അനുസരണക്കേട് കാണിക്കണമെങ്കിൽ അവർക്ക് വേണേ ആർപ്പിടാമായിരുന്നു. ജോഷുവ പറഞ്ഞു, ആർപ്പിടാനായിട്ട് പറയുന്ന സമയത്ത് മാത്രമേ ആർപ്പിടാവൂ. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട സമയങ്ങളുണ്ട്. നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും വലിയ ധൃതിക്കാരാണ്. പെട്ടെന്നാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നാണ് നമ്മൾ ഓർക്കുന്നത്. പെട്ടെന്ന് നടക്കണം. എന്തുകൊണ്ടാണ്? ഞാൻ 1 മാസമായി പ്രാർത്ഥിക്കുന്നു, 1 വർഷമായി പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാണ് കർത്താവേ അതിന് മറുപടി ഇല്ല? അതിന് ദൈവത്തിന് ഉദ്ദേശം കാണും. നീ ഒന്നും ഭാരപ്പെടണ്ട. എന്നാൽ ദൈവം നിനക്ക് തരുമ്പോൾ ഈ മതിലുകൾ 7 ദിവസം ചുറ്റി നടക്കാൻ പറഞ്ഞതുകൊണ്ട് മതിൽ വീണതുപോലെ നിന്റെ ജീവിതത്തിന്മേലുള്ളതായ തടസ്സങ്ങൾ, അതിന് കാലതാമസം ഉണ്ടെങ്കിലും ദൈവം അതിന് മാറ്റിത്തരും. ദൈവ സർവശക്തനാണ്, ദൈവ സർവവ്യാപിയാണ്. നീ അറിയാതെ എൻ്റെ വായിൽ ഒരു വാക്കുപോലുമില്ല. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ ഗമനത്തെ ദൂരത്ത് നിന്ന് കർത്താവ് അറിയുന്നു. ദൈവകൃപയും ദൈവശക്തിയും നമ്മുടെ ജീവിതത്തിന്മേൽ പാരണമെങ്കിൽ ഈ എരിഹോ പട്ടണത്തിൽ നടന്നതുപോലെ പരിപൂർണമായിട്ടുള്ള ഒരു വലിയ വിജയം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ കർത്താവ് പറയുന്നത് അതുപോലെ നമ്മൾ അനുസരിക്കണം. ദൈവത്തിൻ്റെ കൃപ നമ്മൾ ഏറ്റെടുക്കുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മൾ നിറയപ്പെടുന്നവരായിരിക്കണം. 139 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരം കാണുന്നു: ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. നീ അറിയാതെ എൻ്റെ വായിൽ ഒരു വാക്കുപോലുമില്ല. അതുപോലെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. 139 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്, കർത്താവേ യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് അറിയാത്ത ഒരു വഴി നമ്മുടെ ജീവിതത്തിലില്ല. എല്ലാം നമ്മളെ നോക്കുന്ന ഒരു കർത്താവ്. 2 കണ്ണുകളുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഗ്രഹിക്കുന്നത് എന്നാണ് ദൈവവചനത്തിൽ കാണുന്നത്. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. വലിയ അനുഗ്രഹം
വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ വേണോ? യഹോവ പറയുന്നത് അതുപോലെ അനുസരിക്കണം. ജോശുവയോട് പറഞ്ഞതുപോലെ നമ്മളോട് ഇന്ന് പൽക്കാലം ദൈവത്തിന് പറയാനുള്ളത്, വലിയ മതിലുകൾ, വലിയതായിട്ടുള്ള ഭാരങ്ങൾ, വലുതായിട്ടുള്ളതായ പ്രയാസ ഘട്ടങ്ങളിൽ മതിൽ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ ദൈവം പറയുന്ന അതുപോലെ അനുസരിച്ചാൽ മതി. ഈ തിരുവചനത്തിനനുസരിച്ച് നീ നിന്നാൽ മതി. യഹോവേ, നീ മുഴുവനും അറിയാതെ എൻ്റെ വായിൽ ഒരു വാക്കുപോലുമില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ദൈവമേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞ് ഈ മതിൽ യെരിഹോ മതിൽ വീണപ്പോൾ ഒരു വലിയ ചിട്ടയോടുകൂടി ജോഷുവായും അതിൻ്റെ ആളുകളും ചെയ്ത പോലെ എൻ്റെ ജീവിതത്തിലുള്ളതായ എല്ലാ കാര്യങ്ങളുമേലും യഹോവേ നിന്റെ കൃപ പാർന്നു തരണമേ. നിന്റെ സ്നേഹം കൊണ്ട് എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ. എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവവചനത്തിന് വലിയ ഒരു പ്രാധാന്യം കൊടുക്കണം. നിങ്ങളുടെ ദിവസം ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടെ ആയിരിക്കണം. നിങ്ങളുടെ ദിവസം ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് പ്രാർത്ഥനയോടുകൂടി വേണം ദൈവസന്നിധി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ്. ദൈവമേ, നീ എന്നെ കഴിഞ്ഞ പകലിൽ മുഴുവനും സൂക്ഷിച്ചു. ദൈവത്തിൻ്റെ കൃപ എൻ്റെ ജീവിതത്തിന്മേൽ പാരണമേ. എന്നെ കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലുള്ളതായ ഈ യെരിഹോ മതിൽ പോലെ ഓരോ അവസ്ഥകളിലും അവർക്ക് ദൈവം വിടുതൽ നൽകിത്തരും, ഈ മതിൽ വീണു പോയതുപോലെ. എന്നാൽ കർത്താവിനെ എല്ലായ്പ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്ത് ഭാഗത്ത്, യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. നീ കുലുങ്ങിപ്പോകാതെ നിൻ്റെ ജീവിതത്തിൽ ഇരിക്കണമെങ്കിൽ ഏത് പ്രായത്തിലുള്ളവരായാലും, പ്രായമുള്ളവരായാലും ചെറുപ്പക്കാരായാലും ഏത് പ്രായത്തിലുള്ളവരായാലും യഹോവയെ എപ്പോഴും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കണം. നിൻ്റെ ജോലി സ്ഥലത്തും നീ പോകുന്ന സ്ഥലത്തും നീ വരുന്ന സ്ഥലത്തും എപ്പോഴും ഈ കർത്താവിനെയും ഈ കർത്താവിൻ്റെ വചനത്തിനും വിരുദ്ധമായിട്ട് ഒറ്റ കാര്യങ്ങളും ചെയ്യുവാനിടയാകരുത്. എപ്പോഴും ദൈവവചനത്തിൽ പറഞ്ഞെന്ന്, വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറയുവാനിടയാകാതെ ലജിക്കേണ്ടതിന് എല്ലാത്തിലും നമ്മൾ മാതൃകയായിരിക്കുക. നമ്മുടെ ജീവിതത്തിന്മേൽ ഏത് പ്രായത്തിലുള്ളവരായാലും യഹോവേ നിന്റെ സ്നേഹം കൊണ്ട് എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ. ദൈവകൃപ എൻ്റെ ജീവിതത്തിൽ പാരണമേ. നിനക്ക് വേണ്ടി വിശുദ്ധിയോടും വേർപാടോടും കൂടി ജീവിപ്പാൻ സഹായിക്കണമേ. എന്നെയും എൻ്റെ കുടുംബത്തെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. യെരിഹോ മതിൽ വീണുപോയതുപോലെ പൂർണ്ണമായിട്ട് പലവിധമായ തടസ്സങ്ങൾ, പല പ്രയാസങ്ങൾ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ വന്നാലും ദൈവം നിന്നെ മാത്രം നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നുള്ള സമർപ്പണം നമുക്കെടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, ഇന്നല്ല സമയത്തിനായിട്ട് അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, നിൻ്റെ പാദപീഠത്തിലേക്ക് എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിരുന്നു. കേൾക്കപ്പെട്ടതായ വചനങ്ങൾ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരണം. ആളുകളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊടുത്ത് ജയത്തോടെ നീ നടത്തണം. കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ അനുഗ്രഹവും ഓരോരുത്തരുടെയും ജീവിതത്തിൽ തരണമേ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പ്രായക്കാർക്കും ഈ വചനം അനുഗ്രഹമാകേണ്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും അങ്ങേക്ക് മാത്രം തരുന്നു. നിന്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം ധാരാളമായിട്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. സുവിശേഷം